ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ആൺസുഹൃത്ത് കസ്റ്റഡിയിൽ. അടൂർ കണ്ണംകോട് കോട്ടമുകൾ സ്വദേശി ഷെഹനയെയാണ് വീടിനുള്ളിൽ സ്റ്റെയർകേസ് കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ആൺസുഹൃത്തായ ഏഴംകുളം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടൂർ കണ്ണംകോട് കോട്ടമുകൾ ഷിനാസ് മൻസിലിൽ ഷെഹനയാണ് വീടിനുള്ളിലെ സ്റ്റെയർകേസിന്റെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ട അയൽവാസി വിവരം വാർഡ് കൗൺസിലറെ അറിയിക്കുകയായിരുന്നു. കൗൺസിലർ വീട്ടിലെത്തിയപ്പോൾ ആൺസുഹൃത്ത് വീട്ടിലുണ്ടായിരുന്നു. വാർഡ് കൗൺസിലറാണ് പെൺകുട്ടി തൂങ്ങി മരിച്ച വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തിയപ്പോൾ യുവാവ് വീടിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ ശരീരത്തിൽ രക്തം കണ്ടു. തുടർന്ന് കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് ഡിവൈഎസ്പി പ്രദീപ് കുമാർ പറഞ്ഞു. കേസെടുത്തിട്ട് മരിച്ചത് 29 ദിവസം വ്യക്തിയാണ്. പിന്നെ ഹാങ്ങിങ് ആയിരിക്കുന്നതാണ് കണ്ടതാണ്. അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്തുള്ള തെളിവുകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസും ഉണ്ട്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ തന്നെ സംഭവിച്ചാണ്. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടന്ന ശേഷം നമുക്ക് അറിയാൻ പറ്റും. കാസബ്ദത്തിന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കാസബ്ദത്ത് അറിഞ്ഞാലേ നമുക്ക് കേസ് ഫർദറായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ ഈ സംഭവ സ്ഥലത്തിലുണ്ടായിരുന്ന ഒരു സസ്പെക്റ്റും കൂടി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം നമുക്ക് അറിയാൻ പറ്റും എന്ത് കാസബ്ദത്ത് എന്താ കാരണം അറിയാൻ പറ്റും. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷെഹന. കൊല്ലം സ്വദേശിയായ ഭർത്താവുമായി ഇവർ അകന്നു കഴിയുകയായിരുന്നു. ഷെഹന കുളനടയിലുള്ള സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഇന്നലെ ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവർ തമ്മിൽ ഒരു കപ്പിൾ ഉണ്ടായിരുന്ന ഒരു സസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ എന്ത് കാസ് ഓഫ് ഡെത്ത്. പിന്നെ അതേപോലെ ബാക്കിയുള്ള നമ്മൾ കൂടുതൽ എവിഡൻസ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. സംഭവ സ്ഥലത്തിൻ്റെ എവിഡൻസ് എടുത്തു വരുന്നുണ്ട്. പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമ്മൾ പറയാം എന്താ സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, അടൂർ.